ഒരു ദിവസം ഈവനിങ് ആകുമ്പോഴേക്കും എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ ഏകദേശം ഇതുപോലെയാണ്. അതായത് നല്ല ഓയിലി ആയിരിക്കും, നല്ല രീതിയിൽ പൊടിയൊക്കെ അടിച്ച് സ്കിൻ നന്നായിട്ട് ഡാമേജ് ആവും. ഡാമേജ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ടാനൊക്കെ അടിച്ച് ഒരുവിധം ഭയങ്കര വേസ്റ്റ് ആവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ഒരു 3 days ഒക്കെ കൂടുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു റുട്ടീനാണ് ഈ കാണിക്കുന്നത്. ഇത് ഓസോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഞാൻ പ്രൊഡക്ട്സ് മാറുമായിരിക്കും, പക്ഷേ സ്റ്റേജ് ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇതാദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു ക്ലെൻസിങ് ബാമാണ്. സാധാരണ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഫേസ് വാഷ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ പക്ഷെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മളൊരു ക്ലെൻസിങ് ജെല്ല് വെച്ചാണ്, അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ബാം വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത്. അതിനുശേഷം നല്ലൊരു ഫേസ് വാഷ് വെച്ച മുഖം നന്നായിട്ട് കഴുകുക. ഇതിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്വർഗത്തിലേക്ക്, ഈ ലെമണിൻ്റെ ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ മണം ഭയങ്കര ഇഷ്ടമാവും. സട്ടിലായിട്ടുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള മണമാണ്. ദെൻ 3rd സ്റ്റേജ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. സ്ക്രബിങ് ഡെയിലി ചെയ്യരുത്. ഞാൻ 3 ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നത്. എൻ്റെ സ്കിൻ അതുമായിട്ട് യൂസ്ഡ് ആയി. നിങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ ഇങ്ങനെ മാത്രം ഉപയോഗിക്കാവും. ജെൻറ്റലായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ. ഞാൻ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഇത്രയും കട്ടിയായിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡീടാൻ മാസ്ക് ആണ്. ഈ മാസ്ക് ഈ സ്റ്റേജൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് മാസ്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഇല്ല, ഈ സ്റ്റേജിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സ്ട്രാ റിസൾട്ടാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ. കാരണം ഈ മാസ്ക് ഇട്ട് മുഖം ഒന്ന് തുടച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കമൻറ്റിലും കൂടെ ഞാൻ ആഡ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ശ്വാസം വിട്ടതുപോലെ ഇരിക്കുന്നു.